അമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ എൻ്റെ സന്തോഷം എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം അത്രത്തോളം ഒരു ആനന്ദത്തിലാണ് ഞാൻ. ജീവിതത്തിൽ ഞാൻ പല സ്ഥലത്തും പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്, ജീവിതത്തിൽ നല്ല ഗുരുക്കന്മാരെ കിട്ടുക എന്നുള്ളത് ഒരാളുടെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. അങ്ങനെ നല്ല ഗുരുക്കന്മാർ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഗുരുക്കന്മാർ മിമിക്രിയുമായി നടന്ന കാലത്ത് എനിക്കൊരു ഗുരുനാഥനെ കിട്ടി, സാക്ഷാൽ ആബേലച്ഛനെ. അതിനുശേഷം സിനിമയിലെത്തിയപ്പോൾ ശ്രീ പത്മരാജൻ സാറിനെ, ചെണ്ടയിൽ ശ്രീ മട്ടന്നൂർ ശങ്കരന്മാരാരെ. അങ്ങനെ ഈ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുമെങ്കിലും ഗുരു ഭക്തി 100% കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാവാം ജീവിതത്തിൽ പല പല കാര്യങ്ങൾക്കും വിഘ്നങ്ങളില്ലാതെ ദൈവം എന്നെ അങ്ങോട്ട് എത്തിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഞാൻ മിമിക്രിയുമായി നടന്ന കാലഘട്ടത്തിൽ ഞാൻ മിമിക്രി തുടങ്ങുന്നത് യേശുദാസിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഗാനമേളകൾക്കിടയിൽ മിമിക്രി കാണിച്ചാണ് എൻ്റെ തുടക്കം. കലാഭവനിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ യേശുദാസിന്റെ പ്രോഗ്രാമിന്റെ അനൗൺസ്മെന്റും ഞാൻ ചില ടൈമിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൂടെ വായിക്കും. പിന്നെ ഇന്റർവെല്ലിന് അദ്ദേഹം തന്നെ അനൗൺസ് ചെയ്യും, മിമിക്രി കാണിക്കാൻ 2 പേര് എത്തിയിട്ടുണ്ടെന്ന് പറയും, മിമിക്രി കാണിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ മിമിക്രി കാണിച്ച് നടക്കുന്ന സമയത്ത് ഞാൻ വളരെ അതിശയത്തോടു കൂടി ദൂരെ നിന്ന് നോക്കി കാണുമായിരുന്നു. എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത്? ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഇഷ്ടനായകനായിട്ടുള്ള പ്രേംനസീറിന് വേണ്ടി 100 കണക്കിന് 200 കണക്കിന് 500 കണക്കിന് പാട്ടുകൾ പാടിയിട്ടുള്ള ഈ ശബ്ദത്തിൽ ഒരു വരിയെങ്കിലും എനിക്ക് ജീവിതത്തിൽ പാടാൻ കഴിയുമെന്ന് അന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ പോകുമ്പോൾ. അപ്പൊ എൻ്റെ പ്രാർത്ഥന സത്യസന്ധമായതുകൊണ്ടാവാം അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ 100 കണക്കിന് പാട്ടുകൾ പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് പിന്നീട് ഉണ്ടാക്കി തന്നു. അത് എൻ്റെ എയിം സിൻസിയർ ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ അച്ഛനൊരു ചെണ്ടകൊട്ടുകാരനൊന്നുമല്ല, ഞാനൊരു ചെണ്ടകൊട്ട് കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആളല്ല, കുട്ടിക്കാലത്ത് എവിടെയെങ്കിലും പോയി പഠിച്ചിട്ടുള്ള ആളല്ല, ഒന്നുമല്ല. പക്ഷെ ഈ അസുരവാദ്യത്തിനോട് കുട്ടിക്കാലം തൊട്ടുള്ള അടങ്ങാത്ത എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇതെന്തെങ്കിലും എൻ്റെ കൈകളിൽ ഇത് എത്തിച്ചു തരണേ എന്ന്. അങ്ങനെ ആദ്യം എൻ്റെ വീട്ടിലെ ഗുരുനാഥൻ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ മേശയും കസേരയും ഡെസ്കും ബെഞ്ചും ഒക്കെയാണ്. കേൾക്കുന്നത് ഞാൻ വന്ന് എൻ്റെ കൈ കൊണ്ട് കൊട്ടി 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 പഠിക്കുമായിരുന്നു. എനിക്കൊരു ഗുരുനാഥനും ഉണ്ടായിട്ടില്ല. ആ ഒരു എൻ്റെ എയിം അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഇഷ്ടം അത് 100% സത്യസന്ധമായത് കൊണ്ടായിരിക്കാം പിൽക്കാലത്ത് കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ പ്രമാണ സ്ഥാനത്ത് നിൽക്കാനും, അതേപോലെ തന്നെ ഇന്ത്യൻ സിനിമയുടെ 100 വർഷം ആഘോഷിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത പറഞ്ഞത് ഒരേ ഒരു പ്രോഗ്രാം മാത്രം മതി ആ വേദിയിൽ. കാരണം ഇന്ത്യൻ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും അടക്കം ഇന്ത്യയിലുള്ള എല്ലാ മുഖ്യമന്ത്രിമാരടക്കം വേദിയിലിരിക്കുന്ന ആ സദസ്സിൽ ഇന്ത്യയിലുള്ള അമിതാഭ് ബച്ചൻ തൊട്ട് മോഹൻലാൽ തൊട്ട് മമ്മൂട്ടി തൊട്ടുള്ള എല്ലാ നടന്മാരും ഇരിക്കുന്ന ആ വേദിയിൽ ഒരേ ഒരു പ്രോഗ്രാമേ നടന്നുള്ളൂ. അതെന്റെ ചെണ്ടമേളമായിരുന്നു. അതെന്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചത്, കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹിച്ചത് 100% സത്യസന്ധമായതുകൊണ്ടാണ് ദൈവം എന്നെ അവിടെ എത്തിച്ചത്. അതുപോലെയുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം 2 കൈകളും പൊട്ടി ഒലിക്കുന്ന കുഷ്ഠരോഗിയെ ചേർത്ത് പിടിച്ച് ആ കൈകളിൽ ഉമ്മ വയ്ക്കുന്ന മദർ തെരേസയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് ദൈവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എറണാകുളത്തെ മദർ തെരേസ അമ്മ വന്നപ്പോൾ ഞാൻ ആബേലച്ഛനോട് ചോദിച്ചു, എനിക്കൊന്ന് കാണാൻ പറ്റുമോ അച്ഛാ? അച്ഛൻ പറഞ്ഞു ബുദ്ധിമുട്ടായിരിക്കും, കാരണം അവരാകെ ഒരു ദിവസം അവിടെ ഉള്ളൂ. ഞാൻ പറയുന്ന വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ സിനിമയിൽ പോലും എത്തിയിട്ടില്ല. അപ്പോൾ നോക്കട്ടെ എന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ മനസ്സൊരുക്കി സത്യം പറഞ്ഞാൽ പ്രാർത്ഥിച്ചു, എൻ്റെ ആഗ്രഹം സാധിച്ചു തരണേ ദൈവമേ. ഏകദേശം 1.5 മണിക്കൂർ എടുത്തില്ല. കാരണം അന്ന് അമ്മയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് ബിഷപ്പുമാരടക്കം, അതിന് കേരളത്തിലുള്ള എല്ലാ പ്രഗത്ഭരായിട്ടുള്ള അതിൻ്റെ ക്യൂ തന്നെ മൈലുകൾ താണ്ടി നിൽക്കുന്നു. അപ്പോഴാണ് സാക്ഷാൽ ആബേലച്ഛൻ എന്നെ കൊണ്ട് നടന്നു നീങ്ങുന്നു. 1.5 മണിക്കൂർ കൊണ്ട് മദർ തെരേസ അമ്മയുടെ മുമ്പിലേക്ക് എന്നെ എത്തിച്ചു. ഞാൻ തൊട്ട് തൊഴുതു. അതൊക്കെ ദൈവം എനിക്ക് തരുന്ന ഭാഗ്യങ്ങളാണ്. അത് എൻ്റെ മാർഗം സത്യസന്ധമായതുകൊണ്ടാവാം. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ 20 ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ശിവൻ ഉണ്ണി വിളിച്ചിട്ട് മദ്രാസിലുള്ള എൻ്റെ സുഹൃത്ത് ശ്രീ ശശികുമാർ എന്നെ വിളിക്കുന്നത്, ഇങ്ങനെ അയ്യപ്പൻ്റെ നട ഇങ്ങനെ ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട്, അതിന് പോയി ഒരു വിളക്ക് കൊളുത്തി അതൊന്ന്. ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ ഇതിലും വലിയൊരു മഹാഭാഗ്യം എനിക്ക് കിട്ടാനുണ്ട്.
എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഷൂട്ടിംഗ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു 10-ാം തീയതി ഷൂട്ടിംഗ് മദ്രാസിലാണ്. കാരണം ഞാനിപ്പോൾ ചെയ്യുന്ന ഈ സിനിമയിൽ എൻ്റെ കൂടെ വിജയ് സേതുപതിയും എൻ്റെ കൂടെ അഭിനയിക്കുന്നുണ്ട് മലയാളത്തിൽ ആദ്യമായി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് അഭിനയിക്കുന്ന സിനിമയാണ്. അതിൻ്റെ പേര് മാർക്കോണി മത്തായി എന്നാണ്. ചങ്ങനാശ്ശേരിയിലാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മദ്രാസിലായിരിക്കും ഷൂട്ടിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് വേദനിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, കഴിഞ്ഞ 40 വർഷമായി ഞാൻ വിളിക്കുന്ന ശരണം വിളിക്ക് എന്തെങ്കിലും അയ്യപ്പ എനിക്ക് തിരിച്ചു തരില്ലേ, ഇതിന് വേണ്ടിയിട്ട് എനിക്കതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചതുകൊണ്ടാവാം ഷൂട്ടിംഗ് മുടങ്ങി, ഷൂട്ടിംഗ് നിന്നുപോയി. ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ 2 ദിവസം വാഗമണിലായിരുന്നു ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരുന്നത്. ഭയങ്കരമായിട്ടുള്ള മഴ കാരണം വാഗമണിൽ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഷൂട്ടിംഗ് ഒരാഴ്ചത്തേക്ക് നിർത്തിയിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പ്രാർത്ഥന സത്യസന്ധമായതുകൊണ്ടാവാം ഇന്നിവിടെ എത്താൻ കഴിഞ്ഞത്. ഒരുപാട് സന്തോഷം. ഇന്ന് ഞാൻ അനുഭവിച്ച ഈ ആനന്ദം എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത് ഒരു പത്മശ്രീ അല്ല, 1000 പത്മശ്രീ കിട്ടിയാലും അതിന് തുല്യമായിട്ട് ഇന്നത്തെ ഈ ദിവസത്തിന് തുല്യമായിട്ട് വയ്ക്കാൻ കഴിയില്ല. എന്തായാലും എന്നെ ക്ഷണിച്ചു വരുത്തിയതിന് ഒരുപാട് സന്തോഷം. ഞാൻ അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ ചോദിച്ച കാര്യം മേളം ചെയ്യുമോ എന്നുള്ളത്, തീർച്ചയായിട്ടും ആ സമയമാകുമ്പോൾ വിളിക്കൂ. അത് എനിക്ക് പറ്റുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഞാനിവിടെ ചെയ്തു തരാം. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഞാൻ ഇവിടെ നിന്നും മദ്രാസിലേക്ക് പോകണം. ഉച്ചയ്ക്കുള്ളിൽ എനിക്ക് എയർപോർട്ടിലേക്ക് എത്തേണ്ടതാണ്. എങ്കിലും ഈ രഥത്തിനോടൊപ്പം ഒന്ന് കുറച്ചു ദൂരം യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ അതും ജീവിതത്തിലൊരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നമുക്ക് ഒത്തൊരുമിച്ചാവാം ഇവിടെ നിന്നുള്ള യാത്ര. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ക്ഷണിച്ചു വരുന്നവർക്ക് കൂടി നന്ദി പറയുന്നു. താങ്ക് യു വൺസ് അഗൈൻ. ജയ് ഹിന്ദ്.